വെക്ക്. അവന്മാർ എന്തെങ്കിലും ചതി പ്രയോഗങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടാവും. വേണ്ട ആശാനെ, നീ ഇറങ്ങണ്ട. അങ്ങനെ ആശാനെ ഒറ്റയ്ക്ക് വിട്ടിട്ടുള്ള കളി എനിക്കില്ല. പഞ്ചായത്തിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ലാത്ത പന്ന പട്ടി കഴിവണവും കുട്ടപ്പായി. എടാ, നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ പാത്തും പതികരിക്കാൻ ഇറങ്ങി വേണം. ഈ കരയിലെ തന്തയ്ക്ക് പറഞ്ഞവന്മാരില്ലടാ. അമ്മയുടെ മുളപ്പാളി കുടിച്ചവന്മാരുണ്ടെങ്കിൽ ഇറങ്ങി വഴുക. നോബിൾ ആശാനെ വെല്ലുവിളിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വേണം. പട്ടികളെ പിടിക്കടാ. അല്ല, ആകെയുള്ള സമ്പാദ്യ ലോറി അതിമാര് തല്ലിപ്പൊളിക്കുന്നതിന് എടുത്തോണ്ട് പോ. വേണ്ട ആശാനെ, ആശാനെ ഒറ്റയ്ക്കായിട്ട് ഞാൻ പോവില്ല. എടുത്തോണ്ട് പോവാൻ. ആദ്യമായിട്ടാ ഒറ്റയ്ക്ക് വളയെ പിടിക്കുന്നത്. ആശാനിക്ക് മണ്ണാൻ കട്ട എടുത്തോണ്ട് പോടാ. അവനെ തൂക്കി കൊക്കയിലെറിയടാ. ആശാനെ, ആശാനെ, എന്താടാ? നോബിൾ ആശാൻ പ്രശ്നത്തില്ല.
പതുക്കെ മുകളിലേക്ക് പോ, ഞാൻ പിടിച്ചോളാം. അപ്പനെ കൊന്ന് നിന്നെ വഴിയാധാരമാക്കി എന്നോട് എന്തിനാ ഇത്ര സഹതാപം? പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസര കണ്ടില്ല. ഈ എന്നെ ഉപേക്ഷിച്ച് പോയാ മതി, താനേ ചത്തോളും. അങ്ങനെയായിരുന്നെങ്കിൽ ഈ രാത്രിയില് ഞാനിപ്പോ നിങ്ങളെ അന്വേഷിച്ചു വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം, ചാച്ചനെ കൊന്നത് നിങ്ങളല്ല, ആ കുട്ടപ്പായ്യ. അയാൾ പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ കുറച്ചുപേർ അതിലേ പോയി നോക്ക്, ഞങ്ങൾ ഇതിലേ വരാം. നോബിളേ, നോബിളേ, ആശാനേ, ശിവൻകുട്ടി, ഇളം മണി, ഞാനിവിടെ നിൽക്കുന്നില്ല, കൂട്ടുകാരനെ കാണണ്ട. ജാൻസി, ശിവൻകുട്ടി, ശിവൻകുട്ടി, ആശാനെ, 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 ഭയങ്കര വേദന ഉണ്ടല്ലോ അളിയാ. എന്ത് അനാവശ്യമാണ് മിസ്റ്റർ നിങ്ങൾ കാണിക്കുന്നത്? ഹെമറേജ് കൊണ്ട് ആൾമോസ്റ്റ് ഡ്രെയിൻഡ് ആയ പേഷ്യന്റ് ആണ് ചാരായം കൊടുത്തത്. ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് വരട്ടല്ലേ എന്റെ പൊന്നു ഡോക്ടറെ. ഞങ്ങള് പാവത്തങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഈ ചാരായ. മുറിവുണ്ടായ ചാരായം, കുത്തുകെട്ടിയ ചാരായം, ക്ഷീണത്തിന് ചാരായം, ഉന്മേഷത്തിന് ചാരായം, വയറിളകിയ ചാരായം, വയറ്റിന്ന് പോയില്ലേ ചാരായം. ഊണ് കഴിക്കുന്നതിനും വേണം ചാരായം. എന്നാ കയറ്റിക്കൊണ്ട് വെക്കോ. നീ വരുന്നില്ലേ? ഞങ്ങൾക്ക് ഇത്തിരി പണിയുണ്ട്. എന്ത് പണി? വേറൊന്നുമല്ല, ഒരു ചെറിയ ഇടപാട് തീർക്കാൻ. പൊക്ക്. എന്നാ പൊക്കിക്കോ. സൂക്ഷിക്ക്. നമസ്കാരം. ആരാ? കുട്ടപ്പായി സാറല്ലേ? മനസ്സിലായില്ല. ഞാൻ അടിവാരത്തുള്ളതാ. പേര് ശിവൻകുട്ടി. എന്താ വന്നേ? തല്ലി ചതച്ച് തന്റെ എല്ലൊടിക്കാൻ വന്നതാണ്. മുതുപാതരായി കുറിച്ചൊരു തല്ലി ചതച്ച് കൊക്കയിൽ എറിഞ്ഞില്ലേ, അതിന്റെ കണക്ക് തീർക്കാൻ വന്നതാ. അയ്യോ, എന്റെ കർത്താവേ, കുട്ടപ്പായി ചേട്ടനെ കെട്ടിയോളല്ലേ? പെങ്ങളെ, ലേശം മണ്ണെണ്ണ ഉണ്ടാവും എടുക്കാൻ. എന്തിനാ? മെമ്പറുടെ ദേഹത്തൊഴിച്ച് കൊളുത്താനാ. എടുത്തോണ്ട് വാടി. എടാ പുഴു, അയ്യോ,
ഞെക്കുന്നത് പതുക്കം. ഈ പരുവത്തിലായിട്ട് ദേഷ്യത്തിനൊരു കുറവുമില്ല. ഓക്കെ ഓക്കെ. ഓ അവനെ അടിച്ചവശനാക്കി കൊക്കയിലെറിഞ്ഞിട്ടും പുല്ലുപോലെ രക്ഷപ്പെട്ടു പോവാന്നൊക്കെ പറഞ്ഞാൽ അവൻ എന്തൊരു ജീവിയാടാ? ചിരഞ്ജീവിയോ? എറിയേണ്ട പോലെ എറിയേണ്ടെടുത്തെറിഞ്ഞാൽ വീഴേണ്ടവും വീഴും. വീഴിക്കണം. അത് ഇനി നമ്മുടെ ജോലിയാ. എടാ മക്കളെ, ആവുന്നിടത്തോളം നമ്മുടെ കൈ നനയാതെ മീൻ പിടിക്കണമെന്നായിരിക്കും. ശത്രുവിന്റെ ശത്രു മിത്രം. ആ പഞ്ചായത്ത് മെമ്പറെ തന്നെ ഉപയോഗിച്ചാലോ? എന്തുവാ അവന്റെ പേര്? ഓ, കുട്ടപ്പായി. കുട്ടപ്പായി മാങ്ങാത്തൊലി. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 2 മാസം കഴിയുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ആശുപത്രി എങ്കിൽ ആശുപത്രി, ലോറി താവളമെങ്കിൽ ലോറി താവളം. നമ്മുടെ ആൾക്കാരെ തന്നെ അയക്കാം. കേസ് ഇഞ്ചപ്പാറക്കാരന്മാരെ തലയിലിരുന്നോളൂ. ആരാ? ജഡ്ജിയമ്മയുടെ സ്വത്തിൽ പാതിയല്ല നിനക്ക് വേണ്ടത്, മുഴുവൻ തന്നേക്കാനാ വിധി. അവരുടെ സ്വത്ത് എന്താണെന്ന് അറിയാവോ? തൂക്കിക്കൊല്ലാനുള്ള അധികാരം. അത് അവരെനിക്ക് തന്നു. മുറിയിലെ ബൾബ് പോയെന്ന് വിചാരിച്ച് ആശാൻ ശ്രമിക്കണ്ട. അതിനേക്കാൾ നല്ല 10 ബൾബ് ഈ തങ്കപ്പം മേടിച്ചു തരും. ഒരു ട്യൂബും. നിർത്തടാ. ആനക്കാര്യത്തിനിടയ്ക്കാ ചേനക്കാരി. എന്നാലും ഒറ്റയ്ക്ക് MGR സ്റ്റൈലില് ആശാൻ അവന്മാരെ ഒതുക്കി കളഞ്ഞല്ലോ. കൂരിരുട്ടും അവർക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലവും. എനിക്കൊന്നും നോക്കാനില്ലായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പയറ്റി. എന്നെ ഉദ്ദേശിച്ച് അവന്മാരിടിച്ച് ഇടിയെല്ലാം കൊണ്ടത് അവർക്ക് തന്നെയായിരുന്നു. അല്ല ആശാനെ, ഇപ്പൊ തന്നെ ആ കുട്ടപ്പായ്ക്കും കൂട്ടർക്കൂട്ട് ഒരു നേരത്തോടെ വേണ്ട. എന്നെ ആക്രമിക്കാൻ വന്നത് അവരല്ല. വീട്ടിൽ കയറി ഒന്ന് അക്രമം കാണിക്കേ. നീയൊക്കെ ആരാടാ? ആരാണെന്ന് തന്റെ കൊച്ചമ്മയ്ക്കറി. അവരെ വിളിക്കേ. ആളറിയാതെ വിളിക്കരുതെന്നാ ഇവിടുത്തെ ചട്ടം. ചട്ടവും നിയമമൊക്കെ അങ്ങ് കോടതിയിൽ വിളിക്കടാ. ലോറിക്കാരാണ് ഞങ്ങള്. ഞങ്ങളുടെ തനി സ്വഭാവം നിനക്ക് അറിയില്ല. പോയി വിളിക്കടാ പണി. വിളിക്കാം. ആരാ വന്നിരിക്കുന്നെന്ന് ചോദിച്ചാ കൊച്ചു മുതലാളി എന്ന് പറഞ്ഞാ മതി. മനസ്സിലായില്ലേ? ജഡ്ജിയമ്മയുടെ പുന്നാര മോൻ നോബിൾ. അമ്മച്ചിയെ, അമ്മച്ചിയുടെ മോന്തെ വീണ്ടും ജീവനോടെ വന്നിരിക്കുന്നു. ആ തിരുമോന്തെ ഒന്ന് കണ്ടോട്ടെ. എന്താടാ? ദേ, എടാ പോടാന്നൊക്കെ വിളിച്ച എന്റെ സ്വഭാവം മാറും. പേര് വിളിച്ചാ മതി. നോബിൾ. ബ്ലഡി. പിന്നെ പറയാൻ വന്നതാ ബാസ്റ്റഡ് അല്ലേ? അതിന്റെ അർത്ഥം എനിക്കറിയാം. തന്തയില്ലാത്തവൻ. പെറ്റ തള്ള തന്നെ സമ്മതിച്ചു തന്നല്ലോ തന്തയാരാണെന്ന് അറിയില്ലെന്ന്. അമ്മച്ചിയുടെ പൊന്നുമോന് സന്തോഷായി. ഈ ചീപ്പ് ഷോ ഓഫ് കൊണ്ടൊന്നും പേടിക്കുന്നവളല്ല സൂസൻ ഫെർണാണ്ടസ്. അതെ, അധികം ഇംഗ്ലീഷ് വേണ്ട. ജഡ്ജിയമ്മ ഇങ്ങോട്ട് പറയുന്ന ഇംഗ്ലീഷ് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പറയുന്ന ഇംഗ്ലീഷ് ജഡ്ജിയമ്മ തലവത്തര എന്നാലും മനസ്സിലാവില്ല. മര്യാദയ്ക്ക് വന്ന കാര്യം പറഞ്ഞിട്ട് പൊയ്ക്കോ, ഇല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഞാൻ വിചാരിച്ച നീ മാത്രമല്ല, ആ ലോറി താവളം പോലെ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിച്ച ഒരു പുല്ലും നടക്കുകയല്ലതല്ലേ? കോടതി വെച്ച് അന്ന് എന്നെ പിരികയറ്റിയപ്പോ നിങ്ങൾ എന്റെ തള്ളയാണെന്നുള്ള സത്യം ഞാനങ്ങ് വിളിച്ചു പറഞ്ഞുപോയി. അതിനാദ്യം എന്നെ ഒന്ന് വിരട്ടി നോക്കി. വിരട്ട് നടക്കുകയല്ലാന്ന് കണ്ടപ്പോ തോക്കും കട്ടപ്പാരയും കൊടുത്ത് ആളെ അയച്ചിരിക്കുന്നു കൊല്ലാൻ. എന്തായി പറയുന്നേ? പെറ്റ തള്ളയല്ലേന്നോർത്ത് ഇതുവരെ നടന്നൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു. ഇനി മേലെ എന്നെ തൊട്ട് കളിച്ചാ ഇല്ലാതാവുന്ന ലോറി താവളം ആയിരിക്കില്ല. ഇടിച്ചു നിരത്ത് ഞാനിതെല്ലാം നാറ്റിച്ച് കുളവാക്കി കളയും. വാടാ.
மாதிரி இருக்கு. யார் குழந்தை? சத்தம் போட்டு பேசாத. திடீர்னு இந்த ஊரை விட்டு போக வேண்டியிருக்கோம். எதுக்கு? இந்த குழந்தைய கொன்னிட்டேன்னு அவங்கள நம்ப வச்சிருக்கேன். யார? வாயன் சொல்றேன். ഇതാ എനിക്ക് പിടിക്കാത്തത്. അവര് ആരേ അവര്? கண்ணா, அப்பா சொன்னது சத்தியம்தான். நான் தொழிலாளி, அவங்க எல்லாம் பெரிய முதலாளி. உன்னை யாரு என்கிட்ட தந்தான்னு ஞாபகம் இல்ல. അതാരെങ്കിലും ആകട്ടെ, കൊടുത്തയച്ച തള്ളയായിരിക്കും. அப்படி சொல்லாதே. அந்த அம்மா ரொம்ப நல்லவங்க. ഓ, അടുത്ത വക്കാലത്ത്. ഇത്രയും കാലം അപ്പാന്നും അമ്മാന്നും ഞാൻ വിളിച്ചിരുന്നത് നിങ്ങളെയാ. അപ്പ എന്തിനാ ഈ കഥയൊക്കെ എന്നോട് പറയാൻ പോയത്? அது இருக்கட்டும். அப்பாவுக்கு ரொம்ப வயசாச்சு. ஆனா ஒண்ணும் தெரியாது நினைக்காத. அந்த லாரி தவளத்துல நம்பர் 1 ரவுடி நீதான்னு கேள்விப்பட்டேன். உண்மையா? കള്ളം. എവൻ சொன்னே? இந்த செல்லையாவுக்கும் கனகத்துக்கும் பிறந்த பிள்ளையா இருந்தா எப்படி வேணாலும் இருந்திருக்கலாம். ஆனா நீ ஒரு பெரிய ஜட்ஜம்மாவோட புள்ள. മിണ്ടരുത്. ആ സ്ത്രീയെ കുറിച്ച് നീ മിണ്ടരുത്. പറഞ്ഞ കഥ മുഴുവൻ പറയാൻ അപ്പായ്ക്ക് ധൈര്യമുണ്ടോ? അവളെ അവന്മാരെയൊക്കെ എനിക്ക് ശരിക്കൊന്ന് കാണണം. எதுக்கு? അത് കണ്ട് കഴിയുമ്പം പറയാം. ആരാ അവന്മാര്? எத்தனை வாட்டி நான் சொல்லியிருக்கேன், அதை மட்டும் கேட்காதேன்னு. நான் சொல்ல மாட்டேன். அதை நான் சொன்னா உனக்கு எனக்கு ஆபத்து. எங்களை பத்தி பரவாயில்ல, உனக்கு ஏதாவது ஆச்சுன்னா எங்களால தாங்க முடியாது. சொல்றத கேளுடா. വേണ്ട. എന്നേലും പറയണമെന്ന് തോന്നുമ്പോ ഒരു കത്തിട്ടാ മതി. അതുവരേക്കും ഇങ്ങനെ ഒരു മകൻ ജീവിച്ചിരിപ്പില്ലാന്ന് വിചാരിച്ചു. കുഞ്ഞ് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്ന് വെളുപ്പിന് ആ ലോറിത്താവളം വരെ ഒന്ന് പോയി. ചെവി അറിഞ്ഞിട്ടില്ല. എന്നെ ആരും തിരിച്ചറിഞ്ഞൂല്ല. ആ ഡ്രൈവറിയേക്കൻ ഇവിടെ വന്ന് വിളിച്ചു പോയത് ഒക്കെ സത്യ. എന്ത് സത്യം? അയ്യോ, കുഞ്ഞവന്റെ തള്ളയാണെന്ന് പറഞ്ഞ കാര്യമൊന്നുമല്ല. കുഞ്ഞിന്റെ പേരും പറഞ്ഞ് 4-5 പേരെ അവനെ കൊല്ലാൻ ചെന്നു എന്നുള്ള സത്യമാ. കുഞ്ഞെ, ഇതിലെന്തോ കുഴച്ചിലും മറച്ചിലും ഒക്കെ ഉണ്ട്. സത്യം അറിയാൻ എന്തോ ഒരു വഴി. എന്നാലും ഈ സാരി ആർക്ക് കൊടുക്കാനാണെന്ന് ആശാൻ പറഞ്ഞില്ലല്ലോ. ആർക്കും കൊടുക്കാനല്ല, പിന്നെ ആശാൻ കൊടുക്കാനായിരിക്കും. എന്നാലും ഇത്രയും കൊല്ലായിട്ട് ആശാൻ എനിക്കൊരു ലുങ്കി പോയിട്ട് ഒരു അണ്ടർവെയറെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? മേളിലിരിക്കണ ലോഡ് മുളക് പൊടിയാ. അത് പൊട്ടിച്ചെന്റെ മോന്തല ഞാൻ അറിഞ്ഞോ? കുഴപ്പമില്ല. അല്ല ആശാനെ, നമ്മുടെ മറ്റേ കക്ഷിക്ക് അനിയത്തിമാര് വല്ലതുണ്ടോ? വല്ല കസിൻസോ? എന്തിനാ? എനിക്ക് കല്യാണം കഴിക്കാൻ. എനിക്ക് കല്യാണം കഴിച്ചൂടെ? അച്ഛനെ, തേടിയ വള്ളി കാലെ ചുറ്റി. മറ്റേ കേറിക്കോ പെങ്ങളെ. നീ ഇങ്ങോട്ട് പോ. ഞാൻ മുകളിലിരുന്നോളാം. ആശാന്റെ ജോളിയാ എന്റെയും ജോളി. എന്താ ഇത്? ഒരു സാരിയാ. ആ തള്ളയിപ്പ് എങ്ങനെയുണ്ട്? എന്നോടുള്ള വൈരാഗ്യം മുഴുവൻ ഉള്ളിലൊതുക്കി വെച്ചിരിക്കുകയാണ്. ഉറക്ക ഗുളിക തരാൻ മടിക്കാത്തവള് നാളെ വിഷം കലക്കി തരാനും മടിക്കുകയില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞ ആ മെമ്പർ കുട്ടപ്പായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന പറയുന്നത്. അത് ഓർക്കുമ്പോഴാ. അവനങ്ങ് ചെരയ്ക്കും. നീ പേടിക്കണ്ട. പഴയ വിളയാട്ടത്തിനൊന്നും ഇനി അവന് ധൈര്യം വരികയില്ല. ഇറങ്ങട്ടെ. ജാൻസി, സാരി ഇഷ്ടപ്പെട്ടോ? രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ടു? സാരി ഒന്നല്ലേ ഉള്ളൂ? സാരി ഇഷ്ടപ്പെട്ടു, തന്ന ആളിനെ ഇഷ്ടപ്പെട്ടു.